വായനാ ദിന ക്യൂസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമേത്? ഉത്തരം റിയോ ഡി ജനീറോ, ബ്രസീൽ. കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം PN പണിക്കർ. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം SR രംഗനാഥൻ. വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഉത്തരം PN പണിക്കർ. വായനയെക്കുറിച്ച് PN പണിക്കരുടെ സന്ദേശം എന്താണ്? ഉത്തരം വായിക്കുക, വളരുക. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ? ഉത്തരം MK സാനു. സഞ്ചാര സാഹിത്യത്തിലെ ലോകപ്രശസ്തനായ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം SK പൊറ്റക്കാട്. ഏതു വർഷത്തിലാണ് ആദ്യത്തെ ലൈബ്രറി ആരംഭിച്ചത്? ഉത്തരം 1833. മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവൽ? ഉത്തരം ഖേറോസ്. ആരുടെ നോവൽ ആസ്പദമാക്കിയ സിനിമയാണ് ആടുജീവിതം? ഉത്തരം ബെന്യാമിൻ. എന്നാണ് PN പണിക്കർ മരിച്ചത്? ഉത്തരം ജൂൺ 19, 1995. PN പണിക്കരുടെ ജന്മസ്ഥലം? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഏത്? ഉത്തരം ഗ്രന്ഥലോകം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടെ വരികളാണിത്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. മലയാളം അച്ചടിയുടെ പിതാവ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടർ? ഉത്തരം NV കൃഷ്ണവാര്യർ. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ഏതു വർഷം മുതലാണ് നൽകി തുടങ്ങിയത്? ഉത്തരം 1993 മുതൽ. മികച്ച നോവലിനുള്ള 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സിൻ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഹരിത സാവിത്രി. 2025 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച 39ാമത് മൂലൂർ പുരസ്കാരത്തിന് അർഹമായ ഷാജി നായരമ്പലത്തിൻ്റെ കൃതി? ഉത്തരം ഗുരുദേവ ഗീതം. 2024 പൂന്താനം സ്മാരക സമിതി നൽകുന്ന പൂന്താനം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി? ഉത്തരം അരുന്ധതി റോയ്. കേരള ഗ്രന്ഥശാല ദിനം? ഉത്തരം സെപ്റ്റംബർ 14. ഏതു വർഷമാണ് PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം 2004 ജൂൺ 19. SR രംഗനാഥൻ്റെ മുഴുവൻ പേര്?
ഉത്തരം ഷിയാലി രാമാമൃത രംഗനാഥൻ. ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി. ഉത്തരം കാളിദാസൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം. ഉത്തരം വായിച്ചു വളരുക. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം. ഉത്തരം വിജ്ഞാന കൈരളി. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത്? ഉത്തരം ദേശസേവനി ഗ്രാമീണ വായനശാല. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. ഉത്തരം സാഹിത്യലോകം. ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷ. ഉത്തരം തമിഴ്. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. ഉത്തരം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. ഉത്തരം 2013. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടപ്പള്ളി. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാള കവയിത്രി. ഉത്തരം ബാലാമണിയമ്മ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. ജ്ഞാനപ്പാന രചിച്ചതാര്? ഉത്തരം പൂന്താനം. ആയിരത്തി 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചതാര്? ഉത്തരം PN പണിക്കർ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. ഉത്തരം ചെറുതുരുത്തി. കുമാരനാശാൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം. ഉത്തരം വീണപ്പൂവ്. കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിൽ? ഉത്തരം മിതവാദി. ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ജീവചരിത്ര ഗ്രന്ഥം. ഉത്തരം കാറൽ മാർക്സ്. മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി. ദൈവമേ കൈത്തൊഴാം എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി. ഉത്തരം പന്തളം കേരളവർമ്മ. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം. ഉത്തരം ജ്ഞാനപീഠം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ഉത്തരം അവകാശികൾ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ജെസ്സി ഡാനിയേൽ. നീർമാതളം പൂത്ത കാലം എന്നതിൻ്റെ രചയിതാവ്. ഉത്തരം മാധവിക്കുട്ടി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. ആരുടെ വരികളാണിത്? ഉത്തരം കുമാരനാശാൻ. ഏത് ദിവസമാണ് ലോക പുസ്തക ദിനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏപ്രിൽ 23. ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ. ഉത്തരം മാർത്താണ്ഡവർമ്മ.
ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സച്ചിദാനന്ദൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ജയ ജയ കേരള കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരം ബോധേശ്വരൻ. വായനയെക്കുറിച്ച് PN പണിക്കരുടെ സന്ദേശം എന്താണ്? ഉത്തരം വായിക്കുക വളരുക. കേരളത്തിലെ ഭരണഭാഷ ഏത്? ഉത്തരം മലയാളം. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.